ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ മുണ്ടൂർ പോവുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ താത്താൻ്റെ കുട്ടിയുടെ 40 കേട്ടോ. അപ്പം അന്ന് അതിന് പോവുകയാണ്. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ. അങ്ങനെ ആദ്യം തന്നെ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കതാണ് സ്യൂട്ടബിൾ, എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുമല്ലോ. ഞാൻ അതാണ് യൂസ് ചെയ്യാറ്. ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീന് ഇല്ല കേട്ടോ. സൺസ്ക്രീൻ കഴിഞ്ഞു, കുറേ ആയി കഴിഞ്ഞിട്ട്. പിന്നെ മേടിച്ചുമില്ല. പിന്നെ അടുത്ത് വൈറ്റ് ടോൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എത്ര കുറച്ച് എടുക്കാൻ ശ്രമിച്ചാലും കുറച്ച് കൂടുതൽ എപ്പോഴും കയ്യിൽ വരും കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ പറ്റാറുണ്ടോ? പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ വൈറ്റൊക്കെ ഇട്ട് കൊടുത്തൊന്ന് സെറ്റാക്കുകയാണ് കേട്ടോ. ഞാൻ ഫൗണ്ടേഷൻ അങ്ങനെ അടുത്തൊക്കെ ആണെങ്കിൽ ഒന്നും യൂസ് ചെയ്യാറില്ല. എന്തെങ്കിലും മാരേജോ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഫങ്ഷൻസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിലും അത് ഇടുന്നതൊക്കെ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. എന്താ വെള്ളപൂതായോ പോലെ തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ചെയ്തു. അപ്പം ഞാനത് മാക്സിമം അത് ഇടാറില്ല, ഒഴിവാക്കും. ഇത് 2 ഇടാറുള്ളൂ. പിന്നെ കാഷ്വലായിട്ടുള്ള വൈറ്റ് ടോണിൻ്റെ പൗഡർ ഇടും കേട്ടോ. അങ്ങനെ പൗഡറൊക്കെ ഇട്ട് സെറ്റാവുകയാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് തുടച്ച് സെറ്റാക്കുന്ന വരെ ഇത്തിരി പണിയാണ് കേട്ടോ. ഞങ്ങൾ തുടച്ച് സെറ്റാക്കി എന്തോ മറന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അങ്ങനെ ലിപ് ബാം ഇടാൻ മറന്നു എന്ന് ആലോചിച്ച്. ലിപ് ബാം ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഒരു ലിപ് ബാമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഒന്ന് സെറ്റാക്കി ഓരോ സ്ഥലത്താണ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെറുതായി ഞാൻ പിരിയൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. കുറേ ആയിട്ടോ പിരിയൊക്കെ ഒന്ന് നല്ല വളർന്നിട്ടുണ്ട്. ചെറുതായി ഒന്ന് വരച്ചു കൊടുത്തു. അപ്പോൾ ഒന്ന് കറക്റ്റാക്കി കേട്ടോ. അങ്ങനെ മെയിനായിട്ടുള്ള കലയ്ക്ക് കിടന്നു. അങ്ങനെ ഞാൻ കാജൽ വെച്ചിട്ട് കണ്ണിൻ്റെ അടി താഴെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ണെഴുതുക എന്നുള്ളത് ഭയങ്കര വലിയൊരു കലയാണ്. ഇങ്ങനെയൊക്കെ നേരാക്കുന്ന നോക്കിയാൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഫോൾട്ടായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ വലിയ കാര്യത്തിൽ ഞാൻ ഐലൈനറൊക്കെ എടുത്തിട്ട് ക്യാമറ നോക്കി എഴുതാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നടന്നില്ല. അങ്ങനെ ലാസ്റ്റ് കണ്ണാടി തന്നെ നോക്കി എഴുതുകയാണ് കേട്ടോ. കുഞ്ഞാറ്റ അവിടെ നിന്നിട്ട് അതാന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ വലിച്ച് വാരിയിട്ടുണ്ട്. എൻ്റെ ട്രൈപോഡ് ഇല്ല കേട്ടോ. ട്രൈപോഡ് പ്രതീക്ഷിച്ചാണ് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നത്. പക്ഷെ തിരഞ്ഞപ്പോൾ കണ്ടില്ല. ഇനിയിപ്പോൾ ഇക്ക പണിക്ക് പോകുമ്പോൾ കൊണ്ടുപോയോന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ എന്തോ മറന്നല്ലോ നോക്കുമ്പോൾ ഡ്രസ്സ് മാറ്റിയിട്ടില്ല എന്നറിഞ്ഞത്. അങ്ങനെ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ ഈ ഷാളാണ്, ഈ കളറുള്ള ഷാൾ തന്നെയാണ് കേട്ടോ കുത്തണത്. അപ്പം ഞാൻ അടുത്ത വലിയൊരു കാര്യമാണ് മൊത്ത കുത്തൽ എന്ന് പറയുന്നത്. മുസ്ലിങ്ങൾക്ക് ഇത് എങ്ങനെ കുത്തും എന്നുള്ളൊരു ധാരണയൊന്നുമില്ല. എങ്ങനെ കുത്തിയിട്ട് എങ്ങനെ വരുന്നോ അതിലേക്ക് അവസാനിക്കും. മെയിനായിട്ട് ഇങ്ങനത്തെ സ്റ്റൈല് അങ്ങനെയുള്ള സംഭവമൊന്നുമില്ലേ. അപ്പോൾ ആ സമയത്ത് എന്ത് തോന്നുന്നോ അത് അതുപോലെ ചെയ്യും. അങ്ങനെയാണ്. അത് കേടുവന്ന് അഴിച്ച് കുത്തും, അല്ലെങ്കിൽ സെറ്റാവും. അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ കുഞ്ഞാറ്റ അതും ഇതൊക്കെ വലിച്ചിരുണ്ട് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ആന്ന് പറഞ്ഞിട്ട് അതൊക്കെ കേട്ട പോലെ ഭാവിക്കും. അല്ലെങ്കിൽ അവൾ അത് പറഞ്ഞതേ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. പാവം അവളെ ഒരുക്കി തരാനുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്. അത് പറഞ്ഞുകൊണ്ടിരിക്കുക. മതി ഒരുങ്ങിയത്, ഇനി എനിക്ക് ഒരുക്കി താട്ട് വേണ്ടിയിട്ട് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏകദേശം മഫ്ത കുത്തലൊക്കെ ഒന്ന് ശരിയായി. കുഞ്ഞാറ്റ എന്തൊക്കെയോ പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല കേട്ടോ. അവളെ ഒരുക്കിത്താട്ട് വേണ്ടിയിട്ട്. അങ്ങനെ ഇതിൻ്റെ ഷാളൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിച്ച് വന്ന് അങ്ങനെ ഇനി ഷാളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. 1 സൈഡ് ഇടാമെന്നൊക്കെ വിചാരിച്ചു. ഇനി വേണ്ട, ഇങ്ങനെയൊക്കെ ഇടാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ എങ്ങനെയൊക്കെയോ ശരിയായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഞാൻ ഒരുങ്ങിയത്? അപ്പോൾ കുഞ്ഞാറ്റിനൊക്കെ റെഡിയാക്കി ഞങ്ങൾ ഇറങ്ങാണ്. അപ്പോൾ ഗായ്സ്, അപ്പം മുണ്ടൂരെത്തി. മൂത്തമ്മൻ്റെടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനിയത്തി ബാക്കിൽ താത്തയും താത്താൻ്റെ കുട്ടിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ എത്തിയിട്ട് അപ്പോഴത്തേലും കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വന്ന ഉടനെ ഞങ്ങൾ അടുക്കളയിൽ കയറി വെള്ളമൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, വന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ താത്ത വെള്ളമൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ പാവം കുഞ്ഞാറ്റ ഞാൻ ഓരോ തിരക്കിലായതുകൊണ്ട് അവൾ അതേനൊക്കെ നടക്കുന്നുണ്ട്. താത്താൻ്റെ കുട്ടി കിട്ടിയ അവൾക്ക് അത് മതി. അപ്പോൾ ഫുഡൊക്കെ നേരത്തെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത് അപ്പോൾ ഫുഡൊക്കെ കുറച്ച് നേരത്തെ തന്നെ അവരെല്ലാം എത്തിച്ച് തന്നു കേട്ടോ നമുക്ക്. അപ്പോൾ പിന്നെ ആ ഒരു ടെൻഷനൊന്നുമില്ല. പിന്നെ വെള്ളമൊക്കെ വന്നവർക്ക് കൊടുത്തു. പിന്നെ ഇതാ ഞാൻ എൻ്റെ അനിയത്തി എൻ്റെ താത്തയെ കൂടിയിട്ട് ഫോട്ടോ എടുക്കണം. അവൾക്ക് ഭയങ്കര നാണക്കേടാണ് കേട്ടോ അനിയത്തിക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ. അപ്പോൾ അതാണ് അവളിങ്ങനെ നടക്കുന്നത്. അങ്ങനെ ഞങ്ങളൊരു പിക്കൊക്കെ എടുത്തു. ഈ ചോറ് വിളമ്പാൻ കൊണ്ടുപോകുന്നത് വേറെ ആരുമല്ല, എൻ്റെ അനിയനാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നല്ല ബീഫ് ബിരിയാണിയും കായച്ചാറും സാമ്പാറും പിന്നെ വേറെയുള്ളവർക്ക് ചോറും ഒക്കെ റെഡിയായി. അപ്പോൾ കുഞ്ഞാറ്റിക്ക് വിശക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ വേഗം കുറച്ച് ചോറ് എടുത്തിട്ട് അവൾക്ക് കൊടുക്കുകയാണ്. ഇവിടെ താത്താൻ്റെ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്.
ഇതാണ് കേട്ടോ താത്താൻ്റെ കുട്ടി. അവർ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഭയങ്കര ഇതാണ്. അങ്ങനെ തല്ലുകൂടൊന്നുമില്ല. അവൾ ഭയങ്കര ഉമ്മയാണ്. അങ്ങനെ അവർ ഓരോ കുടുംബ കഥകൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇത് നമ്മുടെ ഏട്ടൻ, അത് മുത്തമ്മാൻ്റെ മോൻ്റെ ഫ്രണ്ട്. ഞങ്ങളും ചെറുപ്പം മുതലേ കണ്ടു വളർന്ന ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ എന്താ കരിങ്കാളിയല്ലേ പറഞ്ഞിട്ട് കുഞ്ഞാറ്റിനെ ഉറപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ അനിയൻ ഇറച്ചി പീസ് കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ. പാവം എൻ്റെ താത്തതാ കുട്ടികളിലൊക്കെ കടന്ന് ഉറക്കും. താത്താനെ നേരെ കാണാനൊന്നും പറ്റിയില്ല, ഓരോ തിരക്കല്ലേ. അങ്ങനെ വന്നവരൊക്കെ ഓരോ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ക്യാമറ ആയിട്ട് വേറെ ഒന്നും ഇവിടേക്കല്ല ഫുഡ് കഴിക്കണേ. ഫുഡ് കഴിക്കാനല്ലെങ്കിൽ പോലും ഫുഡ് കഴിക്കണ മന്തി ഒഴിഞ്ഞോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കട്ടോ, ഒരു സമാധാനത്തിന്. അപ്പോൾ അവർ കുറച്ച് പേര് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേ വരുന്നതാണ് എൻ്റെ മൂത്തമ്മ. അപ്പോൾ താത്ത ഫുഡ് കഴിക്കാൻ പോയിക്കപ്പോൾ കുട്ടീനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്നേത്തെ കുറച്ച് പേരൊക്കെ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പന്തി കാലിയായി തുടങ്ങി. അപ്പത്തിൽ 3-3:30 അപ്പോൾ ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അങ്ങനെ ഇരുന്നു. ഞങ്ങളും വിളമ്പം അതുകൊണ്ട് അവിടുത്തെ ഏട്ടന്മാർ മാത്രമേ ഉള്ളൂ കേട്ടോ അഞ്ഞ് കഴിക്കാൻ. അപ്പോൾ ഞാനും താത്തയും അനിയത്തി കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേലും അത് അവർ ഇറങ്ങാറായി കേട്ടോ. അപ്പോൾ താത്താനെയും കൂടെ കൊണ്ടുപോവാണ്. ഒരു മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോഴത്തേലും അവർ തിരിച്ചു കൊണ്ടാക്കും. അപ്പോൾ അവരുടെ അവിടെ അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അവർ താത്താനെയൊക്കെ കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ അവസാനിച്ചു. വന്നവരൊക്കെ പോയി. ഇനി ഇതൊക്കെ നേരാക്കി വെക്കലാണ്. അപ്പോൾ നമ്മുടെ ഏട്ടന്മാരൊക്കെ പാവം അവരൊക്കെ ചെയ്യാണ് കേട്ടോ. അങ്ങനെ ആളൊഴിഞ്ഞ പന്തലെല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ്. ഇത് നമ്മുടെ മൂത്തമ്മാൻ്റെ രണ്ടാമത്തെ മോനാണ് കേട്ടോ. പണിയെടുത്ത് ക്ഷീണിച്ചറിയാത്തവനെ ക്യാമറ കണ്ട ചമ്മലിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തർ ഓരോ വഴിക്ക് റെസ്റ്റ് എടുക്കുകയാണ്. ഇത്രയും നേരം പണിത ക്ഷീണത്തിൽ മൂത്തമ്മ അവിടെ മൂത്തമ്മാൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഓരോ വഴിക്ക് കഥ പറയുന്നുണ്ട്. അങ്ങനെ ഒന്ന് റെസ്റ്റ് എടുത്തിരിക്കുമ്പോഴൊക്കെ എൻ്റെയൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് എന്നെ വിളിക്കാൻ വന്നു കേട്ടോ. അങ്ങനെ ഇക്കാക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ ഇറങ്ങാൻ സമയമായി. അപ്പത്തിൽ എൻ്റെ ബേബീസിനെ ഒന്നും കൂടി കാണട്ടെ പറഞ്ഞിട്ട് വരികയാണ്. കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികളെ. അപ്പോൾ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.